നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ മെയ് 4-ന് ശേഷം എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു, CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കാലം കഴിഞ്ഞു. ഇനിയും CPM തിരിച്ചു വരില്ല. കാരണം CPM-ൻ്റെ ചില പ്രതിസന്ധികൾ കാരണമാണ് ഭരണം നഷ്ടപ്പെട്ടത്. അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് വെച്ച് പരിശോധിക്കുമ്പോൾ തന്നെ ആ സോഷ്യൽ മീഡിയയിൽ ഈ CPM-ൻ്റെ പരാജയത്തെ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടി കാണുന്ന UDF-നേക്കാൾ വലിയ ആവേശമാണ് 3 സീറ്റുകൾ മാത്രം ലഭിച്ച BJP-ക്കാർ പുലർത്തുന്നത്. അതായത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, BJP-യെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒരു വേട്ട മൃഗം തന്നെ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്. അവർക്ക് വേട്ടയാടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇരയായിരുന്നു ഇടതുപക്ഷം. അതിനു വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കിണഞ്ഞു പരിശ്രമിച്ചു എന്നുള്ളതാണ് വസ്തുത. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇതോടുകൂടി അവസാനിച്ചോ? ഇല്ല. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നതല്ല ഇടതുപക്ഷം അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അടിത്തറ എന്ന് പറഞ്ഞാൽ. ഒരു തവണ, അതായത് ഈ 10 വർഷം കൊണ്ട് CPM-ന് ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് നമുക്ക് തർക്കമില്ലാതെ സംസാരിക്കേണ്ട ചില കാര്യങ്ങളാണ്. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മുൻപുണ്ടായിരുന്ന അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് വസ്തുത. കാര്യം ഈ 10 വർഷം കൊണ്ട് അല്ലെങ്കിൽ പോയ ഒരു 5 വർഷം കൊണ്ട് ജനങ്ങൾക്ക് ഇടയിൽ ഒരു ശക്തി കേന്ദ്രമായി അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അവർക്കൊരു ആശ്വാസമേകുന്ന ഒന്നായി മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല. അവർക്ക് വേണ്ടതെല്ലാം നൽകി എങ്കിൽ തന്നെയും പാർട്ടി മാറിക്കൊണ്ട് വ്യക്തികേന്ദ്രീകൃതമായ ഒരു സ്വഭാവത്തിലേക്ക് പാർട്ടി മാറിപ്പോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ അങ്ങോളം ഇങ്ങോളം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെല്ലാം നടന്നുപോയത്. ഇതിനിടയിൽ MP ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യയായ ശ്യാമള ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ടുള്ള എടുത്ത തീരുമാനത്തിൽ എവിടെയൊക്കെയോ ചില വിയോജിപ്പുകൾ പലപ്പോഴും നമുക്ക് അനുഭവപ്പെട്ടിട്ടുമുണ്ട്. ശ്യാമള ടീച്ചർ അത്ര മോശം ആളൊന്നും അല്ല. ശ്യാമള ടീച്ചറെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം അവകാശപ്പെടാനുള്ള ഒരു വ്യക്തി കൂടിയാണ്. അതോടൊപ്പം തന്നെ MP ഗോവിന്ദൻ മാഷിനെ ഇപ്പോൾ MVR CMB പോലെ ഒരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ പോകാതെ പാർട്ടിയിൽ തന്നെ പിടിച്ചു നിർത്തിയ ഒരു വലിയ ഘടകം കൂടിയാണ് ശ്യാമള ടീച്ചർ എന്നുള്ള കാര്യവും നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ചില സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിലുണ്ടായ പാകപ്പിഴകൾ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിന് എവിടെയൊക്കെയോ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പലപ്പോഴും അടിവരയിട്ട് ചിലപ്പോൾ നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട ചില കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. നമുക്കറിയാം, ഇക്കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് VK സനോജിനെയും അതോടൊപ്പം തന്നെ V വസീഫ് അടക്കമുള്ള DYFI-ക്കാരെ നമുക്കറിയാം. ആശ്രയെ പോലുള്ള അത്തരം ആൾക്കാരെ നമുക്കറിയാം. പക്ഷേ അതിന് താഴേക്കിടയിലേക്ക് പോകുമ്പോൾ, അതായത് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഏരിയ കമ്മിറ്റിയിൽ നിന്നും മേഖലാ കമ്മിറ്റിയിൽ നിന്നും വീണ്ടും നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ ഈ DYFI പോലെ ഒരു സംഘടനയുടെ ശക്തി കിടക്കേണ്ട യൂണിറ്റ് കമ്മിറ്റികൾ പലപ്പോഴും അത്ര ശക്തമല്ല എന്നുള്ളതാണ്. പതാക ദിനത്തോടനുബന്ധിച്ച് അവിടെ വന്ന് ഓരോ കൊടിമരത്തിൻ്റെ ചോട്ടിലും വന്ന് പതാക ഉയർത്തുന്നതിനപ്പുറത്തേക്ക് ഒരു DYFI പ്രവർത്തകൻ്റെ പ്രവർത്തനം അവിടെ അവസാനിക്കുന്നു. ഇതിനിടയിൽ നമുക്കറിയാം, ഹൃദയപൂർവ്വം പദ്ധതി ഒരുപക്ഷെ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഇത്രയും മനോഹരമായി ഒരു ചാരിറ്റബിൾ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സംഘടനയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെ. അപ്പം അങ്ങനെ ജനങ്ങൾക്കിടയിൽ ജനങ്ങളുടെ അടുത്തേക്ക് എത്തുന്ന ഒരു ചാരിറ്റി പ്രവർത്തനം, അതൊരു നിസ്വാർത്ഥ സേവനം എന്നുള്ള നിലയിൽ മാത്രമായി DYFI ഒതുങ്ങിപ്പോയി എന്നുള്ളതും ഒരു വാസ്തവമാണ്. അല്ലാതെ ഒരു ജനകീയ മുന്നേറ്റം ഏറ്റെടുക്കുന്നതിനോ ആ ജനകീയ മുന്നേറ്റം ഏറ്റെടുത്തുകൊണ്ട് അതിലൊരു അന്തിമ വിജയം കാണുന്നതിനോ പഴയ ഉശിരുള്ള ആ ഒരു DYFI നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പരിശോധിച്ച് നോക്കൂ. ഇപ്പം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി 20 കോടി രൂപ ജനങ്ങൾക്കിടയിൽ ഇറങ്ങുന്നുണ്ട്. ചലഞ്ചുകളിലൂടെയും അതോടൊപ്പം തന്നെ ആക്രിവിറക്കി വിറ്റും കൂലിവേല ചെയ്തുമൊക്കെ അവർ പണം സമ്പാദിച്ച് 20 കോടി രൂപ അതിന് വേണ്ടിയിട്ട് അവർ സമാഹരിച്ച് നൽകുകയും ചെയ്തു, 100 വീടുകൾക്ക് വേണ്ട തുക. എന്നാൽ അവർക്ക് അതോടൊപ്പം തന്നെ അവർക്ക് TV വാങ്ങിച്ച് നൽകുകയും ചെയ്തു. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ നിസ്വാർത്ഥ സേവനത്തിൻ്റെ കണക്കിൽ ഉൾപ്പെടുത്തി മാറ്റി നിർത്തേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കേണ്ടത്, പുതിയ തലമുറയിലേക്ക് എത്തുമ്പോൾ അവരെ ഇതിലേക്ക് അല്ലെങ്കിൽ DYFI എന്ന് പറയുന്ന ഒരു സംഘടനയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട പരിശ്രമങ്ങൾ താഴേക്കിടയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന ജെൻസി എന്ന് പറയുന്ന ഒരു വിഭാഗം ഒരു അരാഷ്ട്രീയവൽക്കരണത്തിൻ്റെ പാതയിലേക്ക് യാത്ര ചെയ്തു പോകുന്നു. അവർ ഇപ്പോൾ ആർക്കാണോ അവർ വോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വ്യക്തമായ രാഷ്ട്രീയ ബോധം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ആർക്കെങ്കിലും വോട്ട് ചെയ്തിട്ട് പോകുന്ന ഒരു സമീപനം ഉണ്ട്. എന്നാൽ ഇത് തിരുത്തപ്പെടേണ്ട കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്ന 5 വർഷക്കാലമെന്ന് CPM ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിയേണ്ടതുണ്ട്.
ജനകീയ മുന്നേറ്റങ്ങൾ, ബഹുജന സമരങ്ങൾ, അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ കേരളത്തിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ട ഒരു വിഭാഗമായി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തങ്ങളുടെ മുന്നിൽ നിന്ന് നയിക്കുന്ന പോരാളികളായിട്ടാണ് പൊതുജനം DYFI അടക്കമുള്ള യുവജന പ്രസ്ഥാനങ്ങളെ കാണുന്നത്. അക്കാര്യത്തിലായിരിക്കണം ഇനിയും DYFI ശ്രദ്ധ ചെലുത്തേണ്ടത് എന്നാണ്. ഈ 5 വർഷക്കാലം കൊണ്ട് ഈ പറയുന്ന ഇടതുപക്ഷത്തിനാണെങ്കിലും DYFI എന്ന് പറയുന്ന സംഘടനയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ആകമാനം ശക്തിമത്തായ ഒരു പ്രവർത്തന ശൈലി കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സംഘടനാപരമായി ഉള്ള ദൗർബല്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് സംഘടനാപരമായി ശക്തി പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമായി ഈ 5 വർഷക്കാലത്തെ ഉപയോഗിക്കേണ്ട സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അവിടെ വ്യക്തികേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രീയത്തിലേക്ക് മാറി നിന്ന് പോകാൻ DYFIയോ അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടിക്കോ സാധിക്കില്ല. അങ്ങനെ പാടില്ല എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപക്ഷെ CPMO അല്ലെങ്കിൽ ഇടതു പാർട്ടികൾ എപ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു രാഷ്ട്രീയ ചലനം എപ്പോഴും കേരളം വളരെ ഉദ്യോഗത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം ഇപ്പം UDFന് ഇത്രത്തോളം സീറ്റുകൾ, 100-ലധികം സീറ്റുകൾ നേടിക്കഴിഞ്ഞപ്പോൾ തന്നെ സംസ്ഥാന പോലീസ് സംവിധാനം പോലും ആ രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. DYFIക്കാരെയും പാർട്ടി പ്രവർത്തകരെയും തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കഴിഞ്ഞ ദിവസം പോലും അങ്ങനെയുള്ള ചില സംഭവങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വാർത്തയാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ ഇനിയൊരു കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇടതു പാർട്ടികളുടെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും സംഘടനാ ബലം ഉൾക്കൊണ്ടുകൊണ്ട് വ്യക്തികേന്ദ്രീകൃത രാഷ്ട്രീയത്തിൽ നിന്നും പുറത്തേക്ക് വന്ന് ധാർഷ്ട്യത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ട് ഈ ഒരു ശക്തമായ പ്രവർത്തന ശൈലിയുമായി മുന്നോട്ട് പോകേണ്ട കാലഘട്ടമാണ്. ഈ കാലം അനുവദിക്കുന്ന ഒരു സമയമാണ് ശരിക്കും ഈ 5 വർഷക്കാലം എന്ന് പറഞ്ഞാൽ. അല്ലാതെ പാർട്ടിയിലുണ്ടായ ധാർഷ്ട്യം കാരണമോ പാർട്ടി പ്രവർത്തകരുടെ ധാർഷ്ട്യമോ പാർട്ടി വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തു എന്ന് പറയുന്ന ചില വാദഗതികളെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? കേരളത്തിൽ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയും വർഗീയത ചർച്ചയിലേക്ക് എടുത്തിടുകയും ചെയ്തിട്ടുള്ള പ്രധാന പാർട്ടി കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ UDF നേതൃത്വമാണ് എന്ന് പറയേണ്ടി വരും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇവിടെ വർഗീയ പാർട്ടികളോട് കൂട്ടുകൂടിയപ്പോൾ, അതായത് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF സ്വീകരിച്ച അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ച സാഹചര്യത്തിൽ അതൊരു മതരാഷ്ട്രവാദികളായ രാഷ്ട്രീയ അല്ലെങ്കിൽ പാർട്ടി ഒരു ഗ്രൂപ്പാണ് എന്നുള്ള വിവരം കൃത്യമായി ജനങ്ങളെ ബോധിപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ UDF ചെയ്തതാകട്ടെ ഈ മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയെ ഇടതുപക്ഷം എതിർത്തപ്പോൾ ഇത് ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള എതിർപ്പായിട്ട് പ്രചരിപ്പിക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത്. അതോടൊപ്പം തന്നെ ചില മൗലികവാദികളുമായി ഇടതുപക്ഷം കൂട്ടുകൂടി എന്നുള്ളത്, അല്ലെങ്കിൽ അത്തരക്കാരിൽ നിന്നുള്ള പിന്തുണ സ്വീകരിച്ചു എന്നുള്ളതും വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. കാരണം വെള്ളാപ്പള്ളി നടേശനെ പോലെ അത്രയും വർഗീയത പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളെ തിരുത്താൻ എന്തുകൊണ്ടോ പാർട്ടി മടി കാണിച്ചു എന്നുള്ളതും പാർട്ടിക്കേറ്റ ക്ഷീണത്തിൻ്റെ കനത്ത തിരിച്ചടിക്ക് കാരണമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലായി ഏകീകരിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പം അത്തരത്തിലുള്ള ആൾക്കാരെ ഒരു കയ്യകലത്തിൽ നിർത്താൻ എന്തുകൊണ്ട് പാർട്ടിക്ക് സാധിച്ചില്ല എന്നുള്ള ഒരു വലിയ ചോദ്യം കൂടിയുണ്ട്. ഇതിനെ കൃത്യമായി ഫോക്കസ്ഡ് ആക്കാനും ഇതിലൂടെ ന്യൂനപക്ഷ വോട്ടുകളെ കൃത്യമായി ഏകീകരിക്കാനും വേണ്ട പരിശ്രമം UDFിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതിൽ എങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. ജനങ്ങൾക്കിടയിലേക്ക് ഇടതുപക്ഷം എന്ന് പറയുന്ന അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി സംഘപരിവാർ അജണ്ട അനുസരിച്ച് പ്രവർത്തിക്കുകയും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്ന ഒരു കക്ഷിയാണ് എന്നുള്ള നിലയിൽ അതിനെ നരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയാണ് UDF അല്ലെങ്കിൽ കോൺഗ്രസ് ചെയ്തത്. അതിൻ്റെ പ്രയോജനം അവർക്ക് ലഭിച്ചു എന്ന് തന്നെ വേണം നമുക്ക് കാണാൻ. കാരണം ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില പ്രതിസന്ധികൾ ഇനി വരും കാലങ്ങളിൽ മാറ്റി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയെ ഇനിയും അല്ലെങ്കിൽ CPM എന്ന പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനും ഇവിടുത്തെ ജനകീയ സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിനും അതോടൊപ്പം സർക്കാരിൻ്റെ ദുഷ്ചെയ്തികൾക്കെതിരായി കൃത്യമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നതിനും ഇടതു പാർട്ടികൾക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനിയും വരാൻ പോകുന്ന ഒരു 5 വർഷം, അതായത് ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു പൊതുബോധമുള്ളത് ഒരു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പോലെയുള്ള കോൺഗ്രസ് അല്ലെങ്കിൽ UDF സർക്കാർ LDF സർക്കാർ എന്ന് പറയുന്ന ഒരു ആൾട്ടർനേറ്റീവ് സംവിധാനത്തിലേക്കല്ല. ഒരാൾ നന്നായി പ്രവർത്തിച്ചാൽ അവർക്ക് വീണ്ടും ഒരു അവസരം കൂടി കൊടുക്കുന്ന ജനതയായി കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു സന്ദേശം കൂടി ഈ പറയുന്ന കാലത്ത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായി വളരെ ശ്രദ്ധാപൂർവം സംഘടനാപരമായി വളർച്ച നേടുന്നതിന് കാലഘട്ടമായി ഇടതു പാർട്ടികൾ ഈ പറയുന്ന 5 വർഷക്കാലത്തെ വിനിയോഗിക്കണം എന്നുള്ളതാണ് ശരി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.